അന്നത്തെ പ്രിൻസിപ്പൽ ശ്രീധരൻ നായർ സാറാണ്. നമുക്കെല്ലാം വളരെ പ്രമുഖനായി പരിചയമൊക്കെ ഉള്ള, എല്ലാവരും കേട്ട് പരിചയമുള്ള ആളാണ്. നിങ്ങൾക്കാർക്കും നേരിട്ട് പരിചയമില്ലെങ്കിലും കേട്ട് പരിചയമുള്ളതായിരിക്കും. കേന്ദ്ര ബഹുമതിയൊക്കെ നേടിയിട്ടുള്ള അധ്യാപകനാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കീഴിൽ നിരവധിയായ കുട്ടികൾ, എനിക്ക് തോന്നുന്നു അന്ന് ആ LPSൽ തന്നെ 1000-ഓളം കുട്ടികൾ അവിടെ പഠിച്ചിരുന്നതായാണ് എൻ്റെ ഒരു ഓർമ്മ. പ്രമുഖരായ അധ്യാപകർ, അങ്ങനെ ഉള്ള ഒരു കാലം ഓർക്കുകയാണ് ഞാൻ എന്നെ ഈ പരിപാടിക്ക് വിളിക്കുമ്പോൾ. ഞാൻ നേരത്തെയും ഇതുപോലെ ഈ മറ്റൊരു ഗ്രൂപ്പിൻ്റെ, ഹസൻ നേതൃത്വം നൽകുന്ന ഒരു ഗ്രൂപ്പിൻ്റെ പരിപാടിയിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. വേറൊരു ബാച്ചിൻ്റെ പരിപാടി, അങ്ങനെ വിവിധങ്ങളായ ബാച്ച്, ഓരോ ബാച്ചും ഇതുപോലുള്ള പ്രോഗ്രാംസ് വളരെ ക്രിയേറ്റീവായിട്ട് അല്ലെങ്കിൽ ക്രിയാത്മകമായി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു സന്തോഷകരമായ ഒരു കാര്യമാണ്. കാരണം നാമെല്ലാം ഈ വസുദൈവ കുടുംബകം എന്ന് പറയുന്നത് പോലെ നമ്മളൊരു കൂട്ടായ്മ, അല്ലെങ്കിൽ പല കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ഒരു കൂട്ടായ്മ. നമ്മുടെ ദേശീയ ഗാനമൊക്കെ അതാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ ഗാനം തന്നെ അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം ആ ഒരു ദേശീയ ബോധം അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലത്ത് നാം ജീവിക്കുമ്പോഴാണ് ഈ കൊച്ചു കൂട്ടായ്മ നമ്മളെ വളരെ നാളുകൾക്ക് ശേഷം വീണ്ടും കൂടുകയും എന്തൊക്കെ നമുക്ക് ക്രിയേറ്റീവായി നമുക്ക് ചെയ്യാൻ പറ്റുകയും എന്ന് ആലോചിക്കുന്ന ഒരു ഗ്രൂപ്പ്. നേരത്തെ ഇവിടെ ഹാജ നമ്മുടെ സ്കൂളിൻ്റെ സ്ഥിതിയെക്കുറിച്ച് പറഞ്ഞു. നമ്മുടെ പാപ്പനംകോട് LPS അതും ഇപ്പോൾ വളരെ മോശം അവസ്ഥയാണ്. ഞാൻ ഈ കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ 1-2 ചടങ്ങുകൾ ഇതുപോലല്ല മറ്റ് ചില പരിപാടികളിൽ പങ്കെടുക്കാൻ അവിടെ പോയി. അപ്പോൾ അവിടുത്തെ സ്ഥിതിയും മോശമാണ്. നല്ല അന്തരീക്ഷമാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം അവിടുത്തെ സ്കൂളിൻ്റെ സാരഥികളൊക്കെ വളരെ ശ്രമകരമായി പണിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും അതുപോലെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഹാജ പറഞ്ഞ 1-2 കാര്യങ്ങൾ, അതിനോട് ചേർത്ത് പറയേണ്ടുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഇവിടെ ഈ സ്കൂള് തുടങ്ങുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് സജീവമായി പ്രവർത്തിച്ചില്ലെങ്കിലും കുറേയൊക്കെ കാര്യങ്ങളിൽ ഇടപെട്ട ഒരാളാണ് ഞാൻ. അന്ന് ശ്രീ പാപ്പനംകോട് ഉണ്ണി അടക്കമുള്ള രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ഇതിനകത്ത് ഈ സ്കൂള് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഈ സ്കൂള് സ്ഥാപിച്ച് കഴിയുമ്പോൾ അതിനോടുള്ള ഒരു ഫോളോ അപ്പ് പിന്നീട് ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കെട്ടിടങ്ങൾ ധാരാളം ഉണ്ടായി, പക്ഷേ അതിനനുസരിച്ച് സ്കൂളിൽ കുട്ടികൾ എത്തുക, കുട്ടികളുടെ കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ളത് അത് പുറകോട്ട് പോയ ഒരു കാര്യമാണ്. നമ്മളിന്ന് ജീവിക്കുന്ന ഒരു സാംസ്കാരികമായ ഇടം പരിശോധിച്ചാൽ അത് വളരെ ഉയർന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലമാണിന്ന് സാംസ്കാരികമായി. പക്ഷെ നമ്മുടെ കുട്ടികളിലൂടെ അതെങ്ങനെയൊക്കെ കൊണ്ടുവരാൻ പറ്റും? ഇന്ന് നമ്മുടെ സർക്കാർ ചെയ്യുന്നത്, നമ്മുടെ അക്കാഡമികളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുട്ടികളിലൂടെ സാംസ്കാരികമായ ഒരു ഇടം വികസിപ്പിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് ഗവൺമെൻറ് തലങ്ങളിൽ ഉള്ളത്. പക്ഷെ നമുക്ക് ഈ സ്കൂളിനെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങളിൽ വളരെ പുറകോട്ട് പോകുന്ന ഒരു അനുഭവമുണ്ട്. ഇപ്പം നേരത്തെ ഹാജ പറഞ്ഞ കാര്യങ്ങൾ, ഈ സ്കൂളിൽ ഏറ്റവും മികച്ച ക്ലാസ് തിരഞ്ഞെടുക്കുന്നു, അതിന് പുരസ്കാരം കൊടുക്കുന്നു, കലാപരമായി ഇടപെടുന്ന കുട്ടികളെ കണ്ടെത്തി അവർക്ക് സമ്മാനം കൊടുക്കുന്നു. ഇങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ കുട്ടികളെയും രക്ഷകർത്താക്കളെയും എങ്ങനെയാണ് ഈ സ്കൂളിലേക്ക് കൊണ്ടുവരാനും അവരെ ആകർഷിപ്പിക്കാനും കഴിയുക എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നിയ ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ ഒരുപാട് ഈ കലയും നൃത്തമായാലും സംഗീതമായാലും ചിത്രമായാലും നാടകമായാലും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത്തരം കുട്ടികളെ നമുക്ക് അവർക്കൊരു ഫോളോ അപ്പ് എന്ന രീതിയിൽ മാസത്തിൽ 1 ദിവസമെങ്കിലും ഈ സ്കൂളിൻ്റെ മുറ്റത്ത് കൊണ്ടുവരികയും അവർക്ക് അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് പറ്റുന്ന ഒരു വേദിയായി ഒരു മാസത്തിൽ ഒരു 2-3 മണിക്കൂറെങ്കിലും അതിനെ ചിലവഴിക്കാൻ നമ്മുടെ ഈ ബാച്ചിലെ കൂട്ടായ്മയ്ക്ക്, അല്ലെങ്കിൽ അതിൽ കുറച്ച് ആളുകളെങ്കിലും അതിനെ സ്ട്രെയിൻ ചെയ്താലേ നടക്കുകയുള്ളൂ. ഈ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ ചെയ്താൽ അത് ഒരു പരിധിവരെ സഹായിക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നു. മറ്റൊരു കാര്യം, നമ്മുടെ ഈ കോർപ്പറേഷൻ്റെ കീഴിൽ ഇപ്പോൾ സൗജന്യമായി ചിത്രകലയും സംഗീതവും നൃത്തവും നാടൻ പാട്ടും നാടകവും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല.
നമ്മുടെ കോർപ്പറേഷൻ്റെ കീഴിലും അത് പ്രവർത്തിക്കുന്നുണ്ട്, പഞ്ചായത്ത് ബ്ലോക്കിലൊക്കെ അത് നടന്നു വരികയാണ്. അപ്പോൾ അത്തരം ക്ലാസ്സുകൾ ഈ ഒരു സ്കൂൾ അത് സാംസ്കാരിക ഇടങ്ങളൊക്കെയാണ് അതിനെ തിരഞ്ഞെടുക്കുക, ലൈബ്രറികൾ, സ്കൂളുകൾ ഒക്കെ അതിനെ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു സ്കൂള് അതിനുവേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട്, ഇപ്പോൾ എല്ലാ വിഭാഗവും നമുക്ക് കിട്ടണമെന്നില്ല. ഞാൻ ഈ നേരത്തെ പറഞ്ഞ വിഭാഗങ്ങളിൽ 1-2 ഐറ്റം നമുക്കിവിടെ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ കുറച്ചുകൂടി നമ്മുടെ ഈ സ്കൂളിലുള്ള കുട്ടികളെയും അതുപോലെ തന്നെ പുറത്തുള്ള കുട്ടികളെ, പുതുതായി ഇവിടെ ചേരാൻ താല്പര്യപ്പെട്ട് വരുന്ന കുട്ടികളെയും ഒക്കെ ആകർഷിക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നടത്തിയാൽ മാത്രമേ ഈ സ്കൂളിലേക്ക് കുട്ടികൾ വരികയുള്ളൂ. ഇപ്പോൾ ഇവിടെ ഈ കളിസ്ഥലം ഇല്ല എന്നുള്ളതൊരു വലിയ പോരായ്മയാണ്. പക്ഷേ അതിനപ്പുറം നമുക്ക് കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ തിരുവനന്തപുരത്ത് മോഡൽ LP സ്കൂളുണ്ട്. അത് കുറച്ച് നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന സ്കൂളാണ്. വളരെ നമ്മുടെ തിരുവനന്തപുരത്തെ പ്രമുഖരായ ആളുകളൊക്കെ പഠിച്ചിരുന്ന സ്കൂളാണ്. ഇടക്കാലത്തൊരു 10 വർഷം മുമ്പത്തെ സ്കൂളല്ല ഇപ്പോഴത്. ഇപ്പോൾ ആ സ്കൂളിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു വലിയ വിദ്യാഭ്യാസ സമുച്ചയമായിട്ടാണ് നമുക്കത് കാണാൻ പറ്റുക ആ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ. അവിടെ ഈ അടുത്ത സമയത്ത് ഞാനവിടെ കുട്ടികളുമായിട്ട് സംവദിക്കുന്ന ഒരു TV പ്രോഗ്രാം, അത് കുട്ടികൾ തന്നെയാണ് അത് ഷൂട്ട് ചെയ്യുന്നതും കുട്ടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന 1-2 അധ്യാപകരുണ്ടെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ വിവിധങ്ങളായ പരിപാടികളിലൂടെയാണ് ആ സ്കൂൾ ഇന്ന് വളരെ മെച്ചപ്പെട്ട നിലയിലെത്തി നിൽക്കുന്നത്. അതുപോലെ പേരെടുത്ത് പറയാവുന്ന ഒരുപാട് സ്കൂളുകൾ നമ്മുടെ തിരുവനന്തപുരത്തുണ്ട്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലുള്ള കൊച്ചു കൊച്ചു പരിപാടികൾ ഈ സ്കൂളിൽ അതിന് നേതൃത്വം കൊടുക്കാൻ നമ്മൾ മുന്നിട്ടിറങ്ങി നമ്മുടെ നാട്ടിലുള്ള ഈ കലയിലും സാഹിത്യത്തിലും ഇപ്പോൾ കഥ എഴുതാൻ കഴിവുള്ള കുട്ടികളുണ്ടാവും, ചിത്രം വരയ്ക്കുന്ന കുട്ടികൾ, പാട്ട് പാടുന്ന കുട്ടികൾ. അപ്പോൾ ഇവിടെ തന്നെ ഇതിനൊക്കെ പ്രാപ്തരായി പഠിപ്പിക്കാൻ കഴിയുന്ന ആളുകളും ഇവിടെ ഉണ്ട്. ഇപ്പോൾ സൗജന്യമായി അവരുടെ സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിനൊക്കെ ഒരു ഫോളോ അപ്പ്. ഇപ്പം നമ്മൾ കേരളോത്സവം നടക്കുകയാണ്, അടുത്ത മാസം അതിൻ്റെ സ്റ്റേറ്റ് ലെവൽ മത്സരം നടക്കുകയാണ്.